ഇഷ്ടമായി. പക്ഷെ ആളെ പറഞ്ഞ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. ഞാൻ ഇത്ര കാലം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കിയതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാമ്പർ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിത്. ബർത്ത്ഡേ ഗേളിൽ മാത്രമല്ലായിരുന്നു ഇതിൽ ഗിഫ്റ്റ്, ആള് കുട്ടിക്ക് കൂടെ ഇതിൽ ഗിഫ്റ്റ് ആഡ് ചെയ്യാൻ നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് ഓർഡർ എന്നുള്ളത് കുറച്ച് ദൂരത്തു നിന്നാണ്. ആളെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ഓരോ ഐറ്റംസും കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ, ഹാമ്പർ കൊടുക്കുമ്പോൾ പോലും ധാരാ തന്നിട്ടുള്ളതെന്ന് പേര് റിവീൽ ചെയ്യരുത്, ആളെന്നെ കണ്ടുപിടിക്കട്ടെ എന്നായിരുന്നു. നമ്മളെ ലൈഫിലും ഇല്ലേ നമ്മളെ മനസ്സിലാക്കിയ, നമ്മളെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മനസ്സിലാക്കിയ ഒരു ഫ്രണ്ട്, അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കൂ. നമുക്ക് ഇതിന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടാലോ? ഇവിടുത്തെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുടുംബം നമ്മൾ ഒരാളെ സദന്റെ ഒരു വാള പറയുന്ന മോശല്ലേ? കഴിഞ്ഞിട്ടില്ലടാ, നമുക്കൊരു ഐഡിയ ഇല്ല. ബേഡിയുടെ ടൈമിലാണെങ്കിൽ അത് കുറച്ചൊരു ഫീലില്ല. ഇഷ്ടമായി. പക്ഷെ ആളെ പറഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. അത് അറിയില്ല. അടുത്ത ഗിഫ്റ്റ് പക്ഷെ ആളറിയില്ലടി പറയരുതെന്ന് അത്ര പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു 2-3 തവണ ഞാൻ പറഞ്ഞതല്ലേ അല്ലേ? അപ്പോഴാണ് ഞാൻ എനിക്ക് കട വേറെ ആരും ഗിഫ്റ്റ് വരുമ്പോ ഇന്നെയാണ് അതല്ല എനിക്ക് പറയാനുള്ളത്. പിന്നെ വിഷയം ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു.